എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പേപ്പർ വാല്യുവേഷൻ പൂർത്തിയായി. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് മെയ് ആദ്യ വാരമോ അല്ലെങ്കിൽ മെയ് 10-ാം തീയതിക്കകമോ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വാല്യുവേഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഇതാണ്. ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ SSLC ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് SSLC എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു വെബ്സൈറ്റിൽ അതിൻ്റെ ലിങ്കുകൾ പ്രസിദ്ധീകരിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് SSLC എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു 10ാം ക്ലാസ്സിൻ്റെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നൽകി ചെക്ക് റിസൾട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികളുടെ ഈ ഒരു പേപ്പർ വാല്യുവേഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു ടാബുലേഷൻ വർക്കുകളാണ് ഉള്ളത്. അപ്പോൾ അതുകൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടാബുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു മാർക്കിനെ, അതായത് നിങ്ങൾക്കിപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനെ ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യൽ എന്നിങ്ങനെയുള്ള പ്രവൃത്തികളാണ് ആ ഒരു ടാബുലേഷനിൽ ഉൾപ്പെടുന്നത്. അതുപോലെ നിങ്ങളുടെ മാർക്കുകൾ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യൽ എന്നിങ്ങനെയുള്ള വർക്കുകളാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പൂർത്തിയായി ഏകദേശം മെയ് ആദ്യ വാരത്തോടെയോ അല്ലെങ്കിൽ മെയ് 10-ാം തീയതിക്കകമോ നിങ്ങളുടെ റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ടാണ് ഈ വർഷം ഇത്ര % വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വാർത്താ സമ്മേളനം സാധാരണഗതിയിൽ തുടങ്ങാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഈ ഒരു SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും, അതായത് ഏകദേശം 99% എബോവ് മുകളിൽ വിദ്യാർത്ഥികൾ ജയിക്കാറുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് A ഗ്രേഡാണ് കിട്ടിയുള്ളത്, A+ ആണ് പ്രതീക്ഷിച്ചത്, പക്ഷെങ്കിൽ അത് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് അപേക്ഷിക്കാം. അതുപോലെ സൂക്ഷ്മ പരിശോധന, അതുപോലെ ആവശ്യമുള്ളവർക്ക് ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് ഒന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഒരു രീതിയിലുള്ള അപേക്ഷകൾ വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. അതുപോലെ തന്നെ SSLC പരീക്ഷയിൽ ഏതെങ്കിലും വിഷയങ്ങൾക്ക് പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കും ഈ ഒരു അപേക്ഷ, അതായത് സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷയുണ്ട്. അപ്പോൾ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ നിങ്ങൾക്ക് ഏകദേശം ഇതേ രീതിയിൽ തന്നെ റിസൾട്ട് വന്ന ശേഷം ഏകദേശം 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് നിങ്ങൾ അപേക്ഷാ ഫീസും അതുപോലെ അപേക്ഷാ ഫോമും പൂരിപ്പിച്ച് നിങ്ങൾ നൽകേണ്ടത്. അതിനുശേഷം ജൂൺ മാസത്തോടെ ഏകദേശം സേ പരീക്ഷ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കുകയാണെങ്കിൽ നന്നായിട്ട് പഠിച്ച് ആ ഒരു സേ പരീക്ഷയ്ക്ക് വേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം ഈ ഒരു മെയ് 10-ാം തീയതിക്കോ അല്ലെങ്കിൽ മെയ് ആദ്യ വാരമോ പ്രസിദ്ധീകരിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.